എനിക്ക് പിന്നിൽ കാണുന്ന വാണിയം പുഴ, ഈ പുഴയിലാണ് കവളപ്പാറ ദുരന്തത്തിൽ നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇതിന് പിന്നിൽ ഒരു വലിയ പാലമുണ്ടായിരുന്നു. പാലം ഒന്നാകെ ഒലിച്ചുപോയി. അതിനുശേഷം പുതിയ പാലം രണ്ടാം പിണറായി സർക്കാർ പണി പൂർത്തിയാക്കി പകുതിയായി നിൽക്കുന്ന പാലമാണ്. ഈ പുഴ, കുത്തിയൊലിക്കുന്ന പുഴ കടന്നാണ് ഇരുട്ടുകുത്തി എന്ന പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ. ആകെ 271 വോട്ടർമാരുള്ള ഒരു പ്രദേശമാണ്. ആദിവാസി വിഭാഗങ്ങൾ അധികം വോട്ട് ചെയ്യാൻ എത്തുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ച ബൂത്താണ് ഇവിടെയുള്ളത്. 271 വോട്ടിൽ ഏകദേശം 75% പോളിംഗ് ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഈ പുഴ കടന്ന്, ഈ കുത്തിയൊലിക്കുന്ന പുഴ കടന്ന് ഇതിനകത്തേക്ക് എത്തിയാണ് വോട്ടർമാർക്ക് വോട്ട് രേഖപ്പെടുത്തേണ്ടത്. ഇതിനുവേണ്ടി അവർക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു പോളിംഗ് സ്റ്റേഷൻ ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെ എത്തിയ വോട്ടർമാർക്ക് പുഴ കടന്ന് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഫയർഫോഴ്സ് പ്രത്യേക ദുരന്ത നിവാരണ വിഭാഗം പ്രത്യേക വഞ്ചികൾ ഉപയോഗിച്ച് നൽകിയിട്ടുള്ളത്. അതുവഴി അവർ വഞ്ചിയിൽ കയറ്റി ഇവിടേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ ഇരുട്ടുകുത്തി പോളിംഗ് സ്റ്റേഷനിൽ വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനുള്ള പോളിംഗ് സ്റ്റേഷനാണ്. ജനാധിപത്യ പ്രക്രിയയിൽ എങ്ങനെയാണ് ജനങ്ങൾ പൂർണ്ണമായി പങ്കാളിയാക്കുക എന്നതാണ് ഈ ജനാധിപത്യത്തിൻ്റെ, വോട്ടെടുപ്പിൽ ഏറ്റവും വലിയ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയമെന്ന് പറയുന്നത്. ഓരോ വോട്ടർമാർക്കും, ഇന്ത്യൻ പൗരന്മാർക്കും വോട്ട് ചെയ്യാനുള്ള അവസരമൊരുക്കുക എന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇരുട്ടുകുത്തി പ്രദേശത്ത് ഒരു പ്രത്യേക പോളിംഗ് സ്റ്റേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഞാൻ നേരത്തെ എനിക്ക് പിന്നിൽ കണ്ട കുത്തിയൊലിക്കുന്ന പുഴ കടന്നു വേണം ഈ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാൻ. ഈ പോളിംഗ് സ്റ്റേഷനിലെത്തി 120ാമത് പോളിംഗ് സ്റ്റേഷനാണ് വാണിയംപുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ ഇരുട്ടുകുത്തി പോളിംഗ് സ്റ്റേഷൻ. ഈ പോളിംഗ് സ്റ്റേഷനിൽ ഇപ്പോൾ നിലവിൽ ആകെ ഉള്ളത് 271 വോട്ടർമാരാണ്. അതിൽ 199 വോട്ടർമാരും ഇതിനകം തന്നെ വോട്ട് രേഖപ്പെടുത്തി. 100% പോളിംഗിലേക്ക് പോകുമെന്നതാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അവരെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. കവളപ്പാറ ദുരന്തത്തിൽ വലിയ ആഘാതമേറ്റ പ്രദേശമാണ്. ഈ പ്രദേശത്താണ് പ്രത്യേകിച്ച് ഇങ്ങനൊരു പോളിംഗ് സ്റ്റേഷൻ സജ്ജീകരിച്ചിട്ടുള്ളത്. ക്യാമറാമാൻ സജു കാഞ്ഞിരംകുളത്തിനൊപ്പം നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, നിലമ്പൂർ.